ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, എൻ്റെ ഗേൾ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു ലാസ്റ്റ് നൈറ്റ്. ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. പക്ഷെ ഞാൻ അവളെ വിഷ് ചെയ്യാതെ ഉറങ്ങിപ്പോയി. അപ്പോൾ ആ സമയത്ത് സിമ്പിളായിട്ട് ഒരു അപ്പോളജറ്റിക് ലവ് ലെറ്റർ ഞാൻ ജെമിനി വെച്ചിട്ട് നിർമ്മിക്കുകയാണ്. 2 അപ്പോളജറ്റിക് ലവ് ലെറ്റർ ഞാൻ നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് കിട്ടട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി നിങ്ങളോട് പറയാം. ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി എൻ മാൻകിടാവേ, നിന്റെ മെയ്യിൽ പാതി പകുത്തു തരൂ. ഓക്കെ ഓക്കെ, ന്യൂ ചാറ്റ് ഓപ്പൺ ചെയ്തു. Hey, can you make an apologetic love letter to my girlfriend whom I forgot to wish her birthday last night? ഓക്കെ, ഞാനിവിടെ സിമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു. അതിൻ്റെ റിസൾട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് റിസൾട്ട് നോക്കാം. എങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നത് നോക്കാം. നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. മൈ ഡിയറസ്റ്റ് എന്നിട്ട് ഗേൾഫ്രണ്ടിനെ നെയിം ചെയ്താം. ഐ എം സോ ഇൻക്രെഡിബ്ലി സോറി, ദർ ഈസ് അബ്സൊല്യൂട്ട്ലി നോ എക്സ്ക്യൂസ് ഫോർ മിസ്സിംഗ് ദ ചാൻസ് ടു വിഷ് യു ഹാപ്പി ബർത്ത്ഡേ ദ മൊമെന്റ് ദ ക്ലോക്ക് സ്ട്രക്ക് മിഡ്നൈറ്റ് ലാസ്റ്റ് നൈറ്റ്. ഐ നോ ഹൗ സ്പെഷ്യൽ ദാറ്റ് മൊമെന്റ് ഈസ് ആൻഡ് ഐ ഹേറ്റ് ദാറ്റ് ഐ ലെറ്റ് സ്ലിപ്പ് ബൈ ആൻഡ് ലെറ്റ് യു ഡൗൺ. ഈ ഒരു മെസ്സേജ് ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിനെ അയച്ചു കൊടുത്താൽ എന്തായാലും അവൾ പറയും അത് എനിക്കും ChatGPT വെച്ച് നിർമ്മിക്കാൻ സാധിക്കും, നിങ്ങൾ അയച്ചു തരണ്ടെന്ന് പറയും. ഇത് ChatGPT എഴുതിയതാണോ? എനിക്ക് നിന്റെ സ്വന്തം വാക്കുകൾ മതി. ഇനി സെയിം കാര്യം പറഞ്ഞിട്ട് സെയിം ചാറ്റ് ബോട്ടിൽ സെയിം ഫോണിൽ തന്നെ ഞാൻ മറ്റൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. Hey, can you make an apologetic love letter to my girlfriend whom I forgot to wish her birthday last night? She is from Kerala and write as like a Kerala boy WhatsApp writing style. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ 2 സെൻറ്റൻസ് കൂടി എക്സ്ട്രാ കൊടുത്തു. അവൾ കേരളത്തിൽ നിന്ന് ആളാണ്, എന്ത് ചെയ്യണം, ഒരു കേരളത്തിലുള്ള ബോയ് വാട്സപ്പിൽ എഴുതുന്ന സ്റ്റൈലിൽ തന്നെ നീ എഴുതണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മുത്തേ, എന്നിട്ട് ഐക്കൺ, സത്യമായിട്ടും എന്നോട് ക്ഷമിക്കൂടി, ഇന്നലെ രാത്രി 12 മണിക്ക് വിഷ് ചെയ്യാൻ ഞാൻ ആകെ മറന്നുപോയി. എന്ത് ചെയ്യുക, എന്തു ന്യായം പറഞ്ഞാലും എൻ്റെ ഭാഗത്ത് തെറ്റ്. ഐ നോ, ഹാപ്പി ബിലേറ്റഡ് ബർത്ത്ഡേ എൻ്റെ ചക്കര, എന്നിട്ട് ലവ് ഐക്കൺ. അതായത് ഈ ഒരു അപ്പോളജറ്റിക് ലവ് ലെറ്റർ കണ്ടാൽ മേ ബി ഷീ ഈസ് ഗോയിങ് ടു ബിലീവ്, കുറച്ചുകൂടെയൊക്കെ ബിലീവബിൾ ആണ് ഈ രണ്ടാമത്തെ റിസൾട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സെയിം ഗോൾ, സെയിം ഫോൺ, സെയിം ചാറ്റ് ബോട്ട്, ബട്ട് ദ റിസൾട്ട് ഈസ് ഡിഫറെൻറ്റ്. വൈ? ബിക്കോസ് ദ പ്രോംപ്റ്റിങ്ങിൻ്റെ വ്യത്യാസമാണ് നമുക്ക് റിസൾട്ടിലുള്ള മാറ്റം വരാനുള്ള കാര്യം. നമ്മൾ നൽകുന്ന പ്രോംപ്റ്റുകൾ അനുസരിച്ച് AI ചിത്രങ്ങൾ എങ്ങനെ മാറുമെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു സൂര്യോദയത്തിന്റെ ചിത്രം ചോദിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ശൈലി ഒന്ന് മാറ്റി നോക്കാം. പ്രോംപ്റ്റുകൾ മാറ്റുന്നതിലൂടെ നമുക്ക് വ്യത്യസ്തമായ ചിത്രങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചിട്ടാണ്. പ്രോംപ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് ടെക്സ്റ്റ് പ്രോംപ്റ്റ് ആയിക്കോട്ടെ, വോയിസ് പ്രോംപ്റ്റ് ആകട്ടെ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബാക്കി പ്രോംപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കുറേ ആളുകൾ ഇപ്പോഴും വളരെ നോർമലൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, പ്രോംപ്റ്റിംഗ് ഇപ്പോഴും റെലവൻ്റ് ആണോ, അത് നമുക്ക് ChatGPTയോ ജെമിനിയോ വെച്ചിട്ട് തന്നെ നിർമ്മിക്കാൻ സാധിക്കുമല്ലോ എന്ന് പറയാറുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ നോർമൽ കോൺവെർസേഷനിലൊക്കെ കപ്പിൾസൊക്കെ, എസ്പെഷ്യലി കപ്പിൾസൊക്കെ പറയുന്നതാണ്, നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്ങനെ എനിക്കറിയാമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഏത് ചാറ്റ് ബോട്ടുകളോടും നമ്മൾ സംവദിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പറയാതെ ഒരിക്കലും ആ ചാറ്റ് ബോട്ടുകൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഇപ്പോൾ ഇവിടെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതികളുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് ഒരു റഫായ രീതിയിലെങ്കിലും അതിന് പറഞ്ഞു കൊടുത്താലാണ് നമ്മൾക്ക് അക്യുറേറ്റ് ആയിട്ട് നമ്മൾക്ക് വേണ്ട വിധത്തിലുള്ള റിസൾട്ട് കിട്ടുക. അതുകൊണ്ടാണ് കുറേ ആളുകൾക്ക് പറയാറുള്ളത്, ഞാൻ ചോദിക്കുന്നതൊന്നും ഞാൻ കരുതുന്ന പോലെയുള്ള റിസൾട്ട് കിട്ടാറില്ല, അല്ലെങ്കിൽ റിസൾട്ട് ഒന്നുകൂടി ബ്രോഡാണ് എന്ന രീതിയിലുള്ള പരാതി പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മുടെ പ്രോംപ്റ്റിംഗ് കൃത്യമായിട്ട് ശരിയാവാത്തതുകൊണ്ടാണ്. ഇനി നമുക്ക് പ്രോംപ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. പ്രോംപ്റ്റിംഗ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചാറ്റ് ബോട്ടുകളോട് കൊടുക്കുന്ന റിക്വസ്റ്റ്, ചാറ്റ് ബോട്ടിന് കൊടുക്കുന്ന കമൻറ്റുകൾക്കാണ് പ്രോംപ്റ്റ് എന്ന് പറയാം. ഇനി കുറച്ചുകൂടെ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണ് എന്നുള്ളത്. വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു പ്രോംപ്റ്റ് കൊടുത്തു, ആ പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടി. അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുമ്പോ നിങ്ങളുടെ റിസൾട്ട് ഇംപ്രൂവ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് അക്യുറേറ്റ് ആവാൻ വേണ്ടി നമ്മൾ പ്രോംപ്റ്റിനെ മെച്ചപ്പെടുത്തുന്ന രീതിക്കാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുക. അതായത് റിസൾട്ടിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി സിസ്റ്റമാറ്റിക്കലായിട്ട് നമ്മൾ പ്രോംപ്റ്റിൽ വരുത്തുന്ന മാറ്റങ്ങൾക്കാണ് നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയാം. ഇനി ഞാൻ സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. അപ്പം നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ഇൻറ്റേൺ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഇൻറ്റേണിൻ്റെ പ്രത്യേകത നല്ല ഇൻ്റലിജൻസ് ഉണ്ട്,
നല്ല കപ്പാസിറ്റി ഉണ്ട്, നല്ല നോളജ് ഉണ്ട്, നല്ല അനാലിസിസ് സ്കില്ലുണ്ട്, അങ്ങനെ ഒരുപാട് സ്കില്ല് ഈ ഇൻറ്റേണിനുണ്ട്. പക്ഷേ ആ ഇൻറ്റേണിൻ്റെ ഒരു ചെറിയ കുഞ്ഞു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ കുറിച്ചിട്ട് സ്വാഭാവികമായി മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല, നിങ്ങളുടെ മനസ്സിലുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവില്ല, നിങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ല. അപ്പം നിങ്ങൾ ഈ ഒരു ഇൻറ്റേണിനോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു പറഞ്ഞാൽ അത് ആ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്തു തരും. പക്ഷേ അത് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്തു തരണം എന്ന് നിർബന്ധമല്ല. ഈ സെയിം കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ചാറ്റ് ബോട്ടുകളിലും സംഭവിക്കുന്നത്. ചാറ്റ് ബോട്ടിന് എല്ലാത്തിനുള്ള കഴിവുണ്ട്, വളരെ ഇൻ്റലിജൻ്റ് ആണ്, വളരെ ഹൈ ആയിട്ടുള്ള നോളജ് ഉണ്ട്, എക്സ്പേർട്ടാണ്, ഒരു സ്കോളറാണ്, അങ്ങനെയൊക്കെ കഴിവുണ്ട്. പക്ഷെ നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പോൾ അതാണ് പലപ്പോഴും നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ബ്രോഡായിട്ട് എന്ത് ചെയ്യുന്നത്, ചെയ്ത് കാണിക്കുന്നത്, ബ്രോഡായിട്ടുള്ള റിസൾട്ട് തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് കിട്ടുക. അപ്പോൾ ഏത് പ്രോംപ്റ്റും, അത് നിങ്ങൾ വോയിസ് കമൻ്റ് ആവട്ടെ, വോയിസ് പ്രോംപ്റ്റ് ആവട്ടെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് പറയണം. കാരണം എല്ലാവരും ഇപ്പോൾ ടൈപ്പിംഗ് പ്രോംപ്റ്റ് മാറ്റിയിട്ട് വോയിസ് പ്രോംപ്റ്റിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വോയിസ് പ്രോംപ്റ്റ് ആവട്ടെ, ടെക്സ്റ്റ് പ്രോംപ്റ്റ് ആവട്ടെ, അവിടെ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റോളാണ്. ആ ചാറ്റ് ബോട്ട് എന്ത് റോളിലാണ് നിങ്ങൾക്ക് ആ കാര്യം ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, അപ്പോൾ ആ സ്റ്റുഡൻറ്റിന് ഒരു എസ്സേ വേണം. അപ്പോൾ ആ എസ്സേ നിങ്ങൾ എഴുതിയ പോലെ തന്നെ വേണം. അപ്പോൾ അതിനോട് കൊടുക്കേണ്ട പ്രോംപ്റ്റ് ഇതാണ്: നീ ഈ എസ്സേ എഴുതേണ്ടത് കേരളത്തിലുള്ള 10ാം ക്ലാസ്സിലുള്ള ഒരു വിദ്യാർത്ഥി എഴുതുന്നത് പോലെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എസ്സേ ഒരു 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി എഴുതുന്ന അതേ സ്റ്റൈലിലായിരിക്കും. അതിൽ മിസ്റ്റേക്ക് ഉണ്ടാവും, അതിൻ്റെ ഗ്രാമർ അത്രത്തോളം അക്യുറേറ്റ് ആവില്ല, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാകും. കാരണം അതിൻ്റെ റോൾ എങ്ങനെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇനി ഒന്നുകൂടി അഡ്വാൻസ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു ക്യാപ്ഷൻ എഴുതുകയാണ്, ടാഗ് ലൈൻ എഴുതുകയാണ്, അങ്ങനെ എന്തെങ്കിലും എഴുതുമ്പോൾ റൈറ്റ് ആസ് ലൈക്ക് 10 years of experience in a copy writing. 10 വർഷം പരിചയ സമ്പത്തുള്ള ഒരാൾ കോപ്പി റൈറ്റിംഗ് എഴുതുന്നത് പോലെ എഴുതി തരണം എന്ന് നമ്മളിവിടെ പ്രോംപ്റ്റ് കൊടുത്തു. അപ്പോൾ അവിടെ എന്ത് റോളിലാണ് അത് ചെയ്ത് തരേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതാണ് ഒന്നാമത്തെ റോൾ. ഓക്കെ, ആരായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്ന്. ഇനി രണ്ടാമത്തെ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഘടകം എന്ന് പറയുന്നത് ഒന്ന് റോളാണ്, രണ്ടാമത്തേത് കോണ്ടെക്സ്റ്റ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇപ്പം നിങ്ങൾക്കൊരു ബേക്കറി ഉണ്ട്, അപ്പോൾ ആ ബേക്കറിയുടെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് ക്യാപ്ഷനാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം: കോഴിക്കോടുള്ള ഒരു ബേക്കറി ഷോപ്പിന് അതിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് 35 to 45 ഉള്ള ഓഡിയൻസാണ് കൂടുതൽ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ബേക്കറിക്ക് വേണ്ട ക്യാപ്ഷനാണ് തരേണ്ടത് എന്ന് പറഞ്ഞു. ഇനി അതിന് ശേഷം നമ്മൾ അത് ഏത് രീതിയിലാണ് ആ ക്യാപ്ഷൻ എഴുതേണ്ട റോള് കൊടുത്തു. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിന് നമ്മളുടെ സിറ്റുവേഷൻ മനസ്സിലാവുക. അപ്പോൾ കേരളത്തിലുള്ള ഒരു സ്മാൾ ബിസിനസ് നടത്തുന്ന ഒരാളാണ്, അപ്പോൾ കേരള കൊടുത്തു, സ്മാൾ ബിസിനസ് കൊടുത്തു, ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് അത് നമുക്ക് തരേണ്ട റിസൾട്ട് മലയാളത്തിലാണ്, സിമ്പിൾ ഇംഗ്ലീഷിലാണ് എന്നൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമത്തേത് റോള്, രണ്ടാമത്തേത് കോണ്ടെക്സ്റ്റ്, മൂന്നാമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടാസ്ക്. എന്താണ് അത് ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഇപ്പം നിങ്ങൾക്കൊരു എസ്സേ വേണമെന്നുണ്ടെങ്കിൽ എസ്സേ ആണ് എഴുതി തരേണ്ടത്. ഇനി ഒരു ഓണം ക്യാമ്പയിന് വേണ്ട 5 പോസ്റ്ററിലേക്ക് വേണ്ട കോണ്ടന്റ് ആണ്, അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പം എന്ത് റോളാണ്, എന്താണ് അതിൻ്റെ ടാസ്ക് എന്നുള്ളത്, റോളല്ല, എന്താണ് അതിൻ്റെ ടാസ്ക് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതാണ് 3: റോള്, കോണ്ടെക്സ്റ്റ്, ടാസ്ക്. നാലാമത്തേത് കൺസ്ട്രെയിൻസ്, അതായത് ലിമിറ്റേഷൻസ് എന്ന്. അത് ഒന്നുകൂടി ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ അതിന് ഓരോ ലിമിറ്റുകൾ വെക്കും. ഇപ്പം അത് ഒരു എക്സാമ്പിൾ, നിങ്ങൾ അതിനെ കൊണ്ട് ഒരു ക്യാപ്ഷൻ എഴുതിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ അതിനെ എഴുതി കൊടുക്കും മലയാളത്തിലാണ് വേണ്ടത്, അല്ലെങ്കിൽ പറയും 150 വേർഡിലാണ് നമ്മൾ വേണ്ടത്, അല്ലെങ്കിൽ ലാംഗ്വേജ് ഏതാണ്, അതിൻ്റെ ടോൺ ഏതാണ്, അതിൻ്റെ സ്റ്റൈൽ ഏതാണ്, അത് നമ്മൾ കൃത്യമായിട്ട് അതിന് കൊടുക്കേണ്ട ലിമിറ്റുകളും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മൾ അവിടെ ഏതൊക്കെ ലിമിറ്റുകളാണോ അഡീഷണൽ കൊടുക്കേണ്ടത് ആ ലിമിറ്റുകൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതാണ് നാലാമത്തേത്. അഞ്ചാമത്തേത് ഔട്ട്പുട്ടിൻ്റെ ഫോർമാറ്റ്. അതായത് നിങ്ങൾക്ക് ലോങ് ആയിട്ടുള്ള ഒരു എസ്സേ ആണോ വേണ്ടത്, പ്രിസൈസ് ആയിട്ടുള്ള എസ്സേ വേണ്ട, അതോ കോളം ഇട്ടിട്ടുള്ള ഔട്ട്പുട്ടാണ് വേണ്ടത്, എങ്ങനെയാണ് അത് ഔട്ട്പുട്ട് തരേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതിന് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾ ഏത് പ്രോംപ്റ്റ്, വോയിസ് പ്രോംപ്റ്റ് ആവട്ടെ, ടെക്സ്റ്റ് പ്രോംപ്റ്റ് ആവട്ടെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു വീക്ക് പ്രോംപ്റ്റ് എങ്ങനെയാണ് എന്നുള്ള
എന്നുള്ളതും സ്ട്രോങ് പ്രോംപ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഗീവ് മീ an apologetic love letter to my girlfriend whom I forgot to wish her birthday last night. That is weak prompt. എന്നാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രോങ് പ്രോംപ്റ്റ് എങ്ങനെയാണ്? എൻ്റെ ഗേൾ ഫ്രണ്ട് ഷീസ് ഫ്രം കേരള, അവളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, അവൾക്ക് വിഷ് ചെയ്യാൻ മറന്നുപോയി. അപ്പം നീ എന്ത് ചെയ്യുക, ഒരു കേരളത്തിലുള്ള ആള് കേരളത്തിലുള്ളൊരു ബോയോ ജെന്റിൽമാനോ വാട്സപ്പിൽ എഴുതുന്ന രീതിയിൽ നീ എന്ത് ചെയ്യുക, ഒരു അപ്പോളജറ്റിക് ആയിട്ടുള്ള ലവ് ലെറ്റർ എഴുതാം. അപ്പം അതിലും സം എലമെന്റ് ഈസ് മിസ്സിങ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, സ്ട്രോങ് പ്രോംപ്റ്റ് എങ്ങനെയാണ്, വീക്ക് പ്രോംപ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ അതാണ് നിങ്ങൾ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് പ്രോംപ്റ്റിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഫോളോ അപ്പ് പ്രോംപ്റ്റിംഗ്, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഐറ്ററേഷൻ. നിങ്ങളൊരു പ്രോംപ്റ്റ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ 5 പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോംപ്റ്റ് നിങ്ങൾ മേക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ നിങ്ങൾക്കൊരു ഫൈനൽ ഡ്രാഫ്റ്റ് റിസൾട്ട്, ഫൈനൽ ഔട്ട്പുട്ട് കിട്ടി എന്ന് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. അപ്പം നിങ്ങൾക്ക് ഏത് റിസൾട്ട് കിട്ടിയാലും ആ റിസൾട്ടിനെ നിങ്ങൾ റിവ്യൂ ചെയ്യാം. റിവ്യൂ ചെയ്തതിന് ശേഷം അതിൽ അഡീഷണൽ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ, ഇത് ബ്രോഡാണ്, ഒന്നും കൂടി പ്രിസൈസ് ആക്കുക, അല്ലെങ്കിൽ ഇതുവരെ ഒന്നുകൂടി ബുള്ളറ്റ് പോയിന്റുകളാക്കുക, ഒന്നുകൂടി കേരളത്തിലെ ആളുകൾക്ക് റെലവൻ്റ് ആവുന്ന രീതിയിലേക്ക് മാറ്റുക. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ ഔട്ട്പുട്ടിനെ, ആ റിസൾട്ടിനെ, ആ ഒരു ഡ്രാഫ്റ്റിനെ റിവ്യൂ ചെയ്ത ശേഷം അഡീഷണൽ പ്രോംപ്റ്റ് നിങ്ങൾ കൊടുക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരിക്കലും നിങ്ങളുടെ പ്രോംപ്റ്റ് എത്ര അക്യുറേറ്റ് ആണെങ്കിലും ആ റിസൾട്ടിനെ നിങ്ങളൊരു ഫൈനൽ ഡ്രാഫ്റ്റായിട്ട് കണക്കാക്കരുത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഏതൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാലും ആദ്യം കിട്ടിയ ഔട്ട്പുട്ടിനെ ഒരു ഡ്രാഫ്റ്റായിട്ട് കണക്കാക്കാം, പിന്നെ നിങ്ങൾ അതിനെ റിവ്യൂ ചെയ്യുക. ആ ഒരു ഡ്രാഫ്റ്റ് എത്രത്തോളം ഉണ്ട്, അതിൽ കുറവുകൾ എന്തൊക്കെയാണ്, കൂടുതൽ എന്തൊക്കെയാണ് എന്നുള്ള റിവ്യൂ ചെയ്യുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റിഫൈൻ ചെയ്യാൻ വേണ്ട പ്രോംപ്റ്റുകൾ കൊടുക്കുക. ഈ ഒരു വർക്ക് ഫ്ലോ ആണ് നിങ്ങൾ എപ്പോഴും പ്രോംപ്റ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇനി പോകുന്ന കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. അതായത് റിവ്യൂ ചെയ്യുന്ന ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾക്ക് ഫാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണെങ്കിൽ അതിൻ്റെ അക്യുറസി നിങ്ങൾ ഫാക്ട് സത്യമാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം AI-ൻ്റെ ഒരു പ്രത്യേകത, അത് ഏറ്റവും വലിയ നുണയും ഏറ്റവും മനോഹരമായിട്ട് സത്യസന്ധമായി പറയുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഏത് റിസൾട്ട് കിട്ടുമ്പോഴും അതിനെ വെരിഫൈ ചെയ്യണം. എസ്പെഷ്യലി നിങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അത്തരം റിസൾട്ടുകൾ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ വെരിഫൈ ചെയ്യണം. പ്രോംപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ചില 2-3 തെറ്റിദ്ധാരണകളുണ്ട് പ്രോംപ്റ്റിനെ കുറിച്ചിട്ട്. ഒന്നാമത്തെ തെറ്റിദ്ധാരണ കുറേ ആളുകൾക്ക് ഉള്ളതാണ്, പ്രോംപ്റ്റിംഗ് ഇംഗ്ലീഷിൽ മാത്രമാണ് അക്യുറേറ്റ് റിസൾട്ട് തരിക എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അത് നിലവിൽ ശരിയല്ല. കുറച്ച് മുമ്പൊക്കെ ശരിയായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജിനെ ഡിറ്റക്ട് ചെയ്യുന്ന രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഓരോരുത്തർക്കും, ഇപ്പോൾ എനിക്ക് ഒരു ആക്സെൻ്റ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആക്സെൻ്റ് ആണ്. അപ്പോൾ എല്ലാ ആക്സെൻറ്റുകളെ പോലും മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള നാച്ചുറൽ ലാംഗ്വേജ് ഡിറ്റക്ഷൻ സ്കില്ല് ഇതിനുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷിൽ തന്നെ പ്രോംപ്റ്റ് കൊടുക്കണം ഒരു നിർബന്ധമില്ല. എന്നാൽ പോലും ചില ഘട്ടങ്ങളിൽ, അതായത് ഇപ്പോൾ വീഡിയോ ക്രിയേഷനിൽ, പോസ്റ്റർ ക്രിയേഷനിലൊക്കെ ചിലപ്പോൾ ഇംഗ്ലീഷ് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ മലയാളത്തിൽ കൊടുക്കുമ്പോൾ ചില സാധനങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം. അതാണ് ഒന്നാമത്തെ ഒരു തെറ്റിദ്ധാരണ. രണ്ടാമത് ചില ആളുകൾക്കുള്ള ഒരു മിത്താണ് വലിയ പ്രോംപ്റ്റ് കൊടുത്താലാണ് നല്ല റിസൾട്ട് കിട്ടുക. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ പ്രോംപ്റ്റിൽ നമ്മൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടെങ്കിൽ എത്ര പ്രിസൈസ് ആണെങ്കിലും അതിന് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ കുറേ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു മിഥ്യാധാരണയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നല്ല ജോബുകൾ കിട്ടും എന്നുള്ള ഒരു ധാരണയുണ്ട്. അതും ശരിക്കും ശരിയല്ല. അതായത് നമ്മൾ ഈ പ്രോംപ്റ്റിംഗ് എന്നുള്ളത് ഒരു ടെക്നിക്കൽ സ്കില്ലാണ്. ആ ടെക്നിക്കൽ സ്കില്ലിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹ്യൂമൻ സ്കില്ലുകൾ വേണം, അല്ലെങ്കിൽ ഡൊമൈൻ എക്സ്പേർട്ട് ആവണം. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് എന്ന് പറയാം. പ്രോംപ്റ്റിങ് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ് എന്ന് നമുക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഇനി അവസാനമായിട്ട് നിങ്ങളോട് ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട്. അതിൻ്റെ മുമ്പ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോംപ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റിൽ ഇടുക. കാരണം കുറേ ആളുകൾ നിങ്ങളുടെ അതേ പ്രോംപ്റ്റ് നോക്കി നടക്കുന്ന ആളുകളുണ്ടാകും. അപ്പം നിങ്ങളുടെ നല്ല പ്രോംപ്റ്റുകൾ താഴെ കമൻറ്റിൽ പേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അവസാനമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പം നല്ല രീതിയിലുള്ള പ്രോംപ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രോംപ്റ്റുകളെ ഗൂഗിൾ ഡോക്കിലോ മൈക്രോസോഫ്റ്റ് വേർഡിലോ എവിടെയെങ്കിലും നിങ്ങൾ സേവ് ചെയ്തേക്കാം. കാരണം നമുക്ക് പല സമയങ്ങളിലും റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു റെഡിമെയ്ഡ് പ്രോംപ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് അത്രയും സമയം ലാഭിക്കാം. അപ്പം ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. AI റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.